ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ സൂപ്പാണ്. അപ്പം മട്ടൻ്റെ കാലാണ് കഷ്ണങ്ങളാക്കിയിട്ട് വാങ്ങിച്ചത്. അത് ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ആദ്യം ചൂടുവെള്ളം ഉപ്പും കൂടിയിട്ടൊന്ന് കഴുകും. അതിനുശേഷം രണ്ടാമത്തെ തവണ ഞാൻ ഉപ്പും മഞ്ഞളും ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകും. പിന്നെ വീണ്ടും ഒരു തവണ കൂടി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ അതിലെ അഴുക്കും പിന്നെ അതിൻ്റെ എന്തെങ്കിലും രോമങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലൊന്നും എല്ലാം പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പുറമേ കാണുന്ന ഒരു ബ്ലാക്ക് സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാവുന്നതാണ്. മട്ടൻ സൂപ്പാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റത്തിനെ തന്നെ ബൂസ്റ്റ് ചെയ്യും. പിന്നെ വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ജോയിൻസിൻ്റെ പെയിനൊക്കെ കുറക്കാനും നല്ലതാണ്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് മട്ടൻ സൂപ്പിന്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൻ പായ സൂപ്പ് എന്നാണ് പൊതുവേ പറയപ്പെടാറ്. ആടിൻ്റെ തന്നെ കാൽഭാഗവും അതോടൊപ്പം തന്നെയുള്ള കുറച്ച് ഇറച്ചിയും കൂടിയ ഭാഗവുമാണ് നമ്മൾ സൂപ്പിനായി യൂസ് ചെയ്യുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ മട്ടൻ ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 4 കഷ്ണം വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തതിന് ശേഷം അതും കുക്കറിലേക്കിട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടച്ചു വെക്കാം. നോർമലി ഒരു 12 വിസിലാണ് ഞാൻ വരുത്താറ്. 12 വിസിൽ വന്നതിന് ശേഷം വിസിൽ കളയാതെ ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കടിക്കാവുന്ന രീതിയിൽ തന്നെ എല്ലെല്ലാം നല്ല പാകമായി കിട്ടും. പിന്നെ അതിൻ്റെ ഇറച്ചികളൊക്കെ നമ്മൾ വിട്ടിട്ട് സൂപ്പിലേക്ക് മിക്സ് ആകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഓപ്പൺ ചെയ്യാതെ വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് പിന്നെ ചെയ്യാവുന്നത് ജസ്റ്റ് ഒന്ന് താളിക്കലാണ്. താളിക്കാന്ന് വെച്ചാൽ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് 3-4 ചെറിയുള്ളി എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നന്നായി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളിയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് പിന്നെ നമ്മൾക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് പൊതുവേ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ വളരെ കുറഞ്ഞൊരാളുമാണ് ഞാൻ. പലതവണയും കുറഞ്ഞു പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ടേസ്റ്റിനും അഭിരുചിക്കും അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിലയും. നമുക്കിതൊന്ന് സൂപ്പൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കണം, ചൂട് കൊണ്ട് ഇത്തിരി ഇത് നല്ല ചൂടിലിരിക്കുന്നത് കൊണ്ട് കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം. എൻ്റെ കൈ പലപ്പോഴും പൊള്ളാറുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഈ പൊട്ടിത്തെറി കടുക് പൊട്ടുമ്പോൾ തന്നെ ഭയങ്കര പേടിയുള്ള ആളാണ്. മീൻ വറക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടൊക്കെ മീൻ ഫ്രൈയിങ് പാനിലൊക്കെ ഇടുള്ളൂ. പലപ്പോഴും ചേട്ടൻ കളിയാക്കിയിട്ട് പുള്ളി തന്നെ എനിക്ക് ചെയ്തു തരാറുണ്ട്. അത് ചെറുപ്പത്തിലേ ഉള്ളൊരു പേടിയാണ്. മിക്കവർക്കും പേടിയായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഓരോ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചൂടോടുകൂടി തന്നെ നന്നായിട്ട് ഊതി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സൂപ്പാണ്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.